ഇന്ന് ഡിസംബർ 2. നിങ്ങൾക്കൊരു വലിയ മുന്നറിയിപ്പ് നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. 12/12 വെൽത്ത് പോർട്ടൽ ആക്റ്റീവ് ആവാൻ ഇനി 10 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ ജയ സുരേഷ്, ദ മാജിക് മൈൻഡ് സെറ്റിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഡിസംബർ 12 വർഷത്തിലെ ഏറ്റവും ശക്തമായ സാമ്പത്തിക പോർട്ടലാണ്. ഇന്നു മുതൽ പോർട്ടലിന്റെ ശക്തി സ്വീകരിക്കാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ തയ്യാറെടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആ ഒരു ദിവസം നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണമായ ഫലം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. 12/12 ഒരു ഒറ്റ ദിവസത്തെ അത്ഭുതമല്ല, അതൊരു ഫ്രീക്വൻസി അലൈൻമെന്റ് ആണ്. നിങ്ങളുടെ റേഡിയോ സ്റ്റേഷൻ കൃത്യമായി ട്യൂൺ ചെയ്തൽ വെച്ചാൽ മാത്രമേ മികച്ച പാട്ട് കേൾക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ വെൽത്ത് ഫ്രീക്വൻസി 10 ദിവസം കൊണ്ട് ട്യൂൺ ചെയ്താൽ 12-ന് പോർട്ടൽ തുറക്കുമ്പോൾ പണം വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്താനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ഈ 10 ദിവസം നിങ്ങൾ ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, ഫിനാൻഷ്യൽ ക്ലിയറിംഗ്, പണത്തിന്റെ ശുദ്ധീകരണമാണ്. അതായത് ഉപയോഗിക്കാത്ത ക്രെഡിറ്റ് കാർഡുകൾ, പഴയ ബില്ലുകൾ, കടലാസുകൾ, ആവശ്യമില്ലാത്ത ഓൺലൈൻ സബ്സ്ക്രിപ്ഷനുകൾ ഇവയെല്ലാം ഒഴിവാക്കി ശുദ്ധീകരിക്കുക. അതായത് നിങ്ങളുടെ പോർട്ടലിന്റെ പുതിയ എനർജിക്ക് ഒഴുകി വരാനായിട്ട് സ്ഥലം കൊടുക്കുക. നിങ്ങളുടെ പേഴ്സ്, പ്രത്യേകിച്ച് നിങ്ങൾ എവിടെയാണോ പണം വെക്കുന്നത് ആ ഒരു പേഴ്സ് എപ്പോഴും ക്ലിയർ ആക്കി വെക്കുക. രണ്ടാമത്, നിങ്ങളുടെ ഗോളുകൾ എഴുതുക എന്നുള്ളതാണ്, ഗോൾ റൈറ്റിംഗ്. നിങ്ങളുടെ 3 പ്രധാനപ്പെട്ട സാമ്പത്തിക ലക്ഷ്യങ്ങൾ എഴുതി വെക്കുക. ഉദാഹരണത്തിന്, എനിക്ക് ഒരു 50,000 രൂപ മാസ വരുമാനം നേടണം. ഇതുപോലെ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഒരു പേപ്പറിൽ കൃത്യമായി എഴുതുക. അത് ഒരു തവണ എഴുതിയാൽ മാത്രം മതി. മൂന്നാമത് ചെയ്യേണ്ടത്, ഡെയിലി 5 മിനിറ്റ്സ് എങ്കിലും കുറഞ്ഞത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതിനെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അതായത്, ദൈവമേ എനിക്ക് നല്ല ആരോഗ്യം തന്നതിന് നന്ദി ദൈവമേ, എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തന്നതിന് നന്ദി ദൈവമേ, എനിക്ക് നല്ല ജീവിതം തന്നതിന് നന്ദി ദൈവമേ, പണം കൊണ്ട് ഇതുവരെ ഞാൻ നേടിയ എല്ലാത്തിനും നന്ദി ദൈവമേ, എനിക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചത് പണം ഉപയോഗിച്ചാണ്, അതിന് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് ഈ നിമിഷം ഞാൻ എൻ്റെ ഈ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് പണം ഉപയോഗിച്ചാണ്, അതിന് ഞാൻ നന്ദി പറയുന്നു ദൈവമേ. എനിക്ക് പണം കൊണ്ട് ആ മണിയോടും ആ മണി തന്ന പ്രപഞ്ചശക്തിയോടും എല്ലാം നിങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ നിങ്ങളുടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ പറയുമ്പോഴാണ് നിങ്ങളുടെ റിസീവിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ റിസീവിങ് മോഡ് ഓപ്പൺ ആകുന്നത്. ഇത് വളരെ മസ്റ്റായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത് ചെയ്യാതെ, ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾ ഡയറക്റ്റ് 12/12 പോർട്ടലിന്റെ റിച്വൽ ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്കത് റിസൾട്ട് തരില്ല. അത് പ്രത്യേകമായിട്ട് ഓർത്തു വെക്കുക. ഇനി ഈ 10 ദിവസങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടുന്ന 2 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൽ ആദ്യത്തേത് മണി ഗിൽറ്റ് ആണ്. അതായത് പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കുറ്റബോധത്തിനെ നിങ്ങൾ ഒഴിവാക്കുക. പണം സമ്പാദിക്കുന്നത് മോശമാണ്, എനിക്ക് അതിന് അർഹതയില്ല, പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലൂടെ പോകുന്നുണ്ടാകാം. ആ ചിന്തകളെ ഒഴിവാക്കുക. ഈ ഒരു 10 ദിവസങ്ങളിൽ നിങ്ങളുടെ മനസ്സിൽ അത്തരം കാര്യങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇനി അഥവാ നിങ്ങളുടെ മനസ്സിലേക്ക് ആ കാര്യങ്ങൾ വരുമ്പോൾ, അതായത് എക്സാമ്പിൾ, ഇപ്പം നിങ്ങളുടെ മനസ്സിൽ വരികയാണ് പണം സമ്പാദിക്കുന്നത് വളരെ മോശമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സമയം നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക, ഞാൻ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഞാൻ അത് പണം സമ്പാദിച്ചത് കൊണ്ടാണ് എനിക്കതിന് സാധിച്ചത്. ഞാൻ ഇന്ന് എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്, അത് എന്തുകൊണ്ടാണ്? പണം ഉള്ളത് കൊണ്ടാണ് എനിക്കത് കൊടുക്കാൻ പറ്റിയത്. ഞാൻ ഞാൻ ആഗ്രഹിച്ച എൻ്റെ വീട് ഞാൻ വെച്ചിട്ടുണ്ട്, ആ വീട് എനിക്ക് പണം ഉപയോഗിച്ചാണ് എനിക്ക് നേടാൻ പറ്റിയത്. അപ്പോൾ എങ്ങനെയാണ് പണം മോശമാകുന്നത്? ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സ് വിശ്വസിക്കാൻ തുടങ്ങും. പല ആൾക്കാരുടെയും ചിന്തയാണ് പണം ഉണ്ടാക്കുന്നത് ഭയങ്കര മോശം കാര്യമാണ്, പണം ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ക്രൂരന്മാരായി പോകും. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മളുടെ മണി ബ്ലോക്കിന് കാരണമാകും. അപ്പം
ഈ ഒരു ചിന്ത വരുമ്പോൾ നിങ്ങൾ ഈ രീതിയിൽ അതിനെ റീപ്ലേസ് ചെയ്യുക. അതുപോലെ ഡൗട്ടും ഫിയറും ഒഴിവാക്കുക. എനിക്കിതൊന്നും വർക്ക് ചെയ്യില്ല, ഇതൊന്നും ശരിയാവില്ല, ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നതാണോ എന്നൊക്കെയുള്ള ആ ഒരു ഡൗട്ട് ആൻഡ് ഫിയർ അത് വരുന്ന സമയങ്ങളിലും നിങ്ങൾ നിങ്ങളോട് പറയുക, ഈ പ്രപഞ്ചത്തിലുള്ള സകല സൗഭാഗ്യങ്ങളും എനിക്കും അവകാശപ്പെട്ടതാണ്. ഞാനും പ്രപഞ്ചശക്തിയുടെ പുത്രനാണ് അല്ലെങ്കിൽ പുത്രിയാണ്. എനിക്കും ആ പ്രപഞ്ചശക്തിയുടെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ നന്മകൾക്കും എനിക്കും അർഹതയുണ്ട്. അവയെ സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ്. കാരണം അതെൻ്റെ അവകാശമാണ് എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറഞ്ഞ് പഠിപ്പിക്കുക. ഓർക്കുക, ഈ ഒരു 10 ദിവസത്തെ തയ്യാറെടുപ്പ് ഒരിക്കലും വെറുതെയല്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് 12-12 പോർട്ടലിനെ സ്വാഗതം ചെയ്യുകയാണ്. കൃത്യം 10 ദിവസത്തിന് ശേഷം ഡിസംബർ 12-ന് നിങ്ങൾ സാധാരണ ആക്ടിവേഷൻ റിച്വലുകൾ ചെയ്യും. അത് മിസ് ചെയ്യരുത്. ഒരിക്കലും അത് മിസ് ചെയ്യാൻ പാടില്ല. ഇത്രയും റിച്വലുകൾ ചെയ്ത് നിങ്ങൾ റെഡിയായിരിക്കുക. നിങ്ങൾ ഇന്നു മുതൽ ഈ ഒരു 3 സ്റ്റെപ്പുകൾ തുടങ്ങുമെന്ന് ഉറപ്പ് ആയിട്ടും ഒരു തീരുമാനമെടുക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക, ഐ ആം റെഡി, 10 days സ്റ്റെപ്പ് സ്റ്റാർട്ടഡ് എന്ന് നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരിക. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള മണി വീഡിയോകൾ നിങ്ങൾക്ക് ഞാൻ ഇനിയും തരുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങളുടെ മണി ബ്ലോക്കുകൾ മാറാനുള്ള റിച്വൽസ് എല്ലാ ദിവസവും മെഡിറ്റേഷനിലൂടെ ഞാൻ ചെയ്യിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ വാട്സപ്പിൽ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും യൂണിവേഴ്സ് നടത്തി തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.